ഇന്നത്തെ വീഡിയോ ജീവശാസ്ത്ര പഠനങ്ങൾ. സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ബോട്ടണി, ജീവജാലങ്ങൾ ബയോളജി, ജന്തുക്കൾ സുവോളജി, സൂക്ഷ്മജീവികൾ മൈക്രോ ബയോളജി, ഫംഗസുകൾ മൈക്കോളജി, വൈറസ് വൈറോളജി, ബാക്ടീരിയ ബാക്ടീരിയോളജി, ആൽഗകൾ ഫൈക്കോളജി, പന്നലുകൾ ഡെറിറ്റോളജി, പായൽ ബ്രയോളജി, ഉരഗങ്ങൾ ഹെർപ്പറ്റോളജി, പാമ്പുകൾ ഓഫിയോളജി, മത്സ്യങ്ങൾ ഇക്തിയോളജി, പക്ഷികൾ ഓർണിത്തോളജി, പക്ഷിക്കൂടുകൾ കാലിയോളജി, ഷഡ്പദങ്ങൾ എൻഡമോളജി, തിമിംഗലങ്ങൾ സീറ്റോളജി, സസ്തനികൾ മാമോളജി, മുട്ടകൾ ഊളജി, ജീവികളും അവയുടെ ചുറ്റുപാടുകളും ഇക്കോളജി, ജന്തുക്കളുടെ പെരുമാറ്റം എത്തോളജി, നായകൾ സൈനോളജി, കുതിരകൾ ഹിപ്പോളജി, ഉറുമ്പുകൾ ബിർമക്കോളജി, ചിലന്തികൾ അരാക്നോളജി, ശുദ്ധജലം ലിംനോളജി, നരവംശശാസ്ത്രം ആന്ത്രോപോളജി, ജലജന്യ രോഗങ്ങൾ ഹൈഡ്രോപ്പതി, ജന്തുക്കളുടെ പുറന്തോടിനെക്കുറിച്ചുള്ള പഠനം കോങ്കോളജി, ഭൂമിക്ക് പുറത്തുള്ള ജീവി വിഭാഗം എക്സോബയോളജി, സസ്യങ്ങളും ഭൗമോപരിതലവും തമ്മിലുള്ള ബന്ധം ജിയോ ബോട്ടണി, സസ്യങ്ങളുടെ ഉൽപ്പത്തിയും വികാസവും ഫൈറ്റോളജി, സസ്യവർഗങ്ങളുടെ ഘടന സൈനക്കോളജി, പുല്ലുകളെക്കുറിച്ചുള്ള പഠനം അക്രസ്റ്റോളജി, വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം ട്രൻഡറ്റോളജി, വിത്തുകളെക്കുറിച്ചുള്ള പഠനം സ്പെമോളജി, മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി, പൂക്കളെക്കുറിച്ചുള്ള പഠനം ആന്തോളജി, പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി, ധാന്യങ്ങളെക്കുറിച്ചുള്ള പഠനം അഗ്രോണമി, ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി, കരടിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി, തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം ക്രിനോളജി, തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം ക്രാനിയോളജി, വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി, കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി, ചെവികളെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി, മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി, ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി, അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി, കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി, നാഡീകോശങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി, കലകളെക്കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പത്തോളജി, പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനം എപ്പിഡെമിയോളജി, രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി, പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി, പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഒണ്ടോളജി, മുടിയെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജി, ഭ്രൂണങ്ങളെക്കുറിച്ചുള്ള പഠനം എംബ്രിയോളജി, കാറ്റിനെക്കുറിച്ചുള്ള പഠനം അനിമോളജി, ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം അഡിനോളജി, അന്തസ്രാവി ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം എൻഡോക്രനോളജി,